അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ക്ലൗഡിൻ്റെ അകത്തുള്ള സെർവർലെസ് ഫംഗ്ഷൻ, അതായത് ലാംഡ ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെർവർലെസ് ഫംഗ്ഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ S3 ബക്കറ്റും API ഗേറ്റ്വേ, DynamoDB ഈ 3 സർവീസസ് കൂടി നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. ഈ ഒരു ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. 3 ബക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, API ഗേറ്റ്വേ യൂസ് ചെയ്യുന്നുണ്ട്, DynamoDB യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ 2 ലാംഡ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ഗെറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ S3 ബക്കറ്റിനകത്ത് നിന്ന് നമ്മളെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഈ വെബ്സൈറ്റിൽ നിന്ന് വരുന്ന ഡാറ്റ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ DynamoDB ഡാറ്റാബേസ് ടേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ API വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് 2 ലാംഡ ഫംഗ്ഷൻസ് കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഗെറ്റ് ഫംഗ്ഷനും പോസ്റ്റ് ഫംഗ്ഷനും. ഗെറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റാബേസിലുള്ള ഡാറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പോസ്റ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ ഡാറ്റാബേസിൽ ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആമസോണിൻ്റെ അകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ DynamoDB എന്ന് പറഞ്ഞ ഡാറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടേബിളിന് നമ്മളൊരു പേര് കൊടുക്കുന്ന സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട്, ഈ പാർട്ടീഷൻ കീ എന്ന് പറയുന്നത് ഈ പ്രൈമറി കീ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പാർട്ടീഷൻ കീ. അതേപോലെ തന്നെ സോർട്ട് കീ എന്ന് പറയുന്നത് എഡീഷണലി വരുന്ന സംഭവമാണ്, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഒരേ പേരിൽ തന്നെ 2 ആൾ വരുന്നുണ്ടെങ്കിൽ അവരെ പിന്നെയും നമുക്ക് ഈ പ്രൈമറി കീ കൂടാണ്ട് വേറെ ഏതെങ്കിലും ഒരു കീയും കൂടി എടുത്തിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ സോർട്ട് കീ. അപ്പോൾ അത് ഓപ്ഷനിലാണ്, നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാനിവിടെ ID ആണ് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്, അതായത് പാർട്ടീഷൻ കീ എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വേറെ നമ്മളെ ഡിഫോൾട്ട് സെറ്റിങ്സ് തന്നെ വെച്ചാൽ മതി, വേറെ ഒന്നും മാറ്റണ്ട. താഴോട്ടേക്ക് വന്നാൽ നമുക്ക് ക്രിയേറ്റ് ടേബിൾ എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ടേബിൾ ഇപ്പം ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നമുക്കവിടെ കാണാം സ്റ്റാറ്റസിൽ ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. അപ്പോൾ അത് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ നമുക്കത് ആക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അത് ആക്റ്റീവായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ DynamoDBനകത്തുള്ള നമ്മളെ വർക്ക് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ലാംഡ ഫംഗ്ഷനകത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ഫംഗ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഓതർ ഫ്രം സ്ക്രാച്ച് ഫംഗ്ഷനൊരു പേര് കൊടുക്കുക. നമ്മളിപ്പോൾ എന്ത് ഫംഗ്ഷൻ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഫംഗ്ഷൻ്റെ ഒരു പേര് കൊടുക്കുക. ഞാനിപ്പം ഡാറ്റ റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഗെറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു ഡാറ്റാബേസിൽ നിന്ന് DynamoDB എന്ന് പറഞ്ഞ ഡാറ്റാബേസിലെ ടേബിളിൻ്റെ അകത്ത് ഞാനൊരു ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് റൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ കോഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ചേഞ്ച് ഡീഫോൾട്ട് എക്സിക്യൂഷൻ റോളിൽ പോയിട്ട് നമ്മൾ എക്സിസ്റ്റിംഗ് റോള് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ലാംഡ റോള് 04 TLV24W എന്ന് പറഞ്ഞൊരു റോളാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂസറിന് ഈ ഡാറ്റാബേസിലേക്ക് ഫുൾ പെർമിഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. കാരണം നിങ്ങൾ ചിലപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ യൂസർ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. അപ്പോൾ നിങ്ങൾ ഏത് യൂസറിനെ ആഡ് ചെയ്യുന്ന ആ യൂസറിന് ഫുൾ പെർമിഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അത് പെർമിഷൻ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ IAMൻ്റെ അകത്ത് പോവുക. ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ AWSൻ്റെ അകത്ത് തന്നെ നമുക്ക് കയറി കഴിഞ്ഞാൽ IAM എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതായത് ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ്. അതിൽ നമ്മൾ റോൾസിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. റോൾസിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നിലവിലുള്ള റോൾസ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് നമ്മൾ ഈ ലാംഡ റോള് 0, അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്ത റോള് ഏതാണെന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റും എന്തെല്ലാം പെർമിഷൻസാണ് ഉള്ളതെന്നുള്ളത്. ആമസോൺ DynamoDBയിൽ ഫുൾ ആക്സസ് ഉള്ള ഒരാളാണിത്, അതുകൊണ്ടാണ് നമ്മൾ അപ്പുറത്ത് അത് സെലക്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന റോളിന് നിലവിലെ ഈ DynamoDBയിൽ ഫുൾ ആക്സസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ആ ഒരു ഫുൾ ആക്സസ് നമുക്കിവിടെ പെർമിഷൻ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം മാത്രം നമ്മൾ അപ്പുറത്ത് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ റോൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചെയ്യേണ്ടത് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നതാണെങ്കിൽ നമുക്ക് എറർ മെസ്സേജ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ DynamoDBയിലേക്ക് ഫുൾ ആക്സസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം നമ്മൾ. ഇനി നമുക്ക് തിരിച്ച് നമ്മൾ ലാംഡ ഫംഗ്ഷനിലേക്ക് തന്നെ വരാം. ഇനി നമ്മളത് സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോഡ് എഴുതാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണും.
ഇവിടെയാണ് നമ്മളെ ഫംഗ്ഷൻ്റെ കോഡ് നമ്മളിവിടെ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പൈത്തൺ കോഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ കോഡ് ഇവിടെ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കോഡ് ഞാൻ അങ്ങനെ തന്നെ പേസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഡ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ആഡ് ചെയ്യുക. നമ്മൾ കോഡ് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിപ്ലോയ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കത് ഡിപ്ലോയ് ആയി കിട്ടും. അതിനുശേഷം നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ നമ്മൾ റൈറ്റ് ചെയ്ത ഫംഗ്ഷൻ വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ടെസ്റ്റിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ന്യൂ ടെസ്റ്റ് ഇവൻ്റ് ക്ലിക്ക് ചെയ്യുക. അതിനെന്തെങ്കിലും ഒരു പേര് നമ്മൾ കൊടുക്കുക. എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. ഞാനിവിടെ ടെസ്റ്റ് 1 എന്നിട്ട് കൊടുത്തു. താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസ് എന്തെല്ലാമെന്നുള്ള കീ 1, കീ 2, കീ 3 എന്ന് പറഞ്ഞിട്ട് 3 വാല്യൂസ് നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് സേവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് ഫംഗ്ഷനാണ്. അതായത് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെസ്പോൺസ് ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല, 0 ആയിരിക്കും. കാരണം നമുക്കിവിടെ കാണാം റെസ്പോൺസ് എന്ന് പറയുന്നത് എം ടി ആണ്. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ ആ ഒരു ടേബിളിലേക്ക് നമ്മൾ ഡാറ്റ ഒന്നും പേസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എം ടി റെസ്പോൺസാണ് വരുന്നത്. അപ്പോൾ നമ്മളെ ഫംഗ്ഷൻ വർക്കിംഗ് ആണ്, നമ്മളെ കോഡ് ഓക്കെ ആണെന്നുള്ളത് നമുക്കിവിടെ കൺഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ കിട്ടിയതുകൊണ്ട് നമുക്ക് നേരെ ഇനി അടുത്ത ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫംഗ്ഷൻസിനകത്തേക്ക് പോവുക. അവിടെ പോയിട്ട് ക്രിയേറ്റ് ഫംഗ്ഷൻ കൊടുക്കുക. ഇനി നമ്മൾ ഡാറ്റ പോസ്റ്റ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻസേർട്ട് സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതും നമ്മൾ പൈത്തണിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. റോള് മാറ്റിയിട്ട് യൂസ് ആൻ എക്സിസ്റ്റിംഗ് റോള് കൊടുക്കുക. അതിൽ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് കൊടുത്ത അതേ ലാംഡ റോൾ തന്നെ കൊടുക്കുക. ക്രിയേറ്റ് ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെയും നമ്മൾ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോഡ് എഴുതാനുള്ള സ്പേസ് ഉണ്ട്. ആ കോഡിലേക്ക് നമ്മളെ പൈത്തൻ്റെ കോഡ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്കത് ഡിപ്ലോയ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്ത അതേ പേരിൽ തന്നെ വേണം നമ്മളിവിടെ കോഡ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് ഡാറ്റ എന്നുള്ള പേരിൽ തന്നെ ഞാൻ അപ്പുറം ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ടേബിളിലെല്ലാം പേര് വ്യത്യാസം വന്നാൽ പിന്നെ ഇത് വർക്കിംഗ് ആവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ പേരാണ്. അതേ പേരിൽ തന്നെ ഞാനിപ്പോഴും ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുള്ള ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുക്കുന്നത്. അതേ പേരിൽ തന്നെ ഞാനിവിടെയും കൊടുത്തിട്ടുള്ള നമ്മൾ പൈത്തൺ കോഡിലും അതേ പേര് തന്നെ കൊടുത്തിട്ടുള്ളൂ. എന്നാലേ നമുക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ അകത്തേക്ക് ഡാറ്റ പേസ്റ്റ് ആവുള്ളൂ. ഡിപ്ലോയ് ചെയ്തതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്യണം, അതായത് കോഡ് വർക്കിംഗ് ആണോ എന്നുള്ളത്. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ ഓട്ടോമാറ്റിക്കലി ഡാറ്റാ ബേസിലേക്ക് റൈറ്റ് ചെയ്യണം. അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ടെസ്റ്റ് 2 എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഞാനൊരു ടെസ്റ്റ് ഇവൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് കീ വാല്യൂസ് മാറ്റാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാബേസിലേക്ക് എന്തെല്ലാം വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നമുക്കത് മാറ്റാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഓൾറെഡി റൈറ്റ് ചെയ്ത് വെച്ച സംഭവം തന്നെ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അതായത് ഐ ഡി ആണ് ഞാൻ ഇൻപുട്ട് ചെയ്യുന്നത്, നെയിം ഉണ്ട്, ക്ലാസ് ഉണ്ട്, ഏജ് ഉണ്ട്. ഈ 4 കാര്യങ്ങളും ഇൻപുട്ട് ചെയ്യാൻ നോക്കുന്നത്. അതേപോലെ തന്നെ ഐ ഡിയും ക്ലാസ്സിൽ ഞാൻ കോഡ്സിൽ കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് ആയിട്ടാണ് ഞാൻ ഇൻപുട്ട് ചെയ്തത്, ഏജ് മാത്രമാണ് നമ്പറായിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടെസ്റ്റ് റണ്ണിങ് ആണോ എന്നുള്ളത് നോക്കാം. സേവ് ചെയ്യുക, ടെസ്റ്റ് എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. സക്സീഡഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, സ്റ്റുഡൻറ്റ് ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി. അപ്പം ആ ഒരു കോഡ് നമ്മളെ വർക്കിംഗ് കോഡാണ്, അതിൽ എറേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത് വർക്കിംഗ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റാബേസിലേക്ക് പോയാൽ മതി. ഡാറ്റാബേസിൽ പോയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഡാറ്റ അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. യെസ്, നമുക്കിവിടെ ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഡാറ്റ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ 2 ഫംഗ്ഷൻസ് നമ്മൾ ലാംഡ ഫംഗ്ഷൻസും ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ഡൈനാമോ ഡി പി നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ API ഗേറ്റ് വേ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പോകുന്നതാണ്. APIൻ്റെ അകത്ത് വന്നാൽ ക്രിയേറ്റ് API ക്ലിക്ക് ചെയ്യുക. താഴോട്ടേക്ക് വന്നാൽ റെസ്റ്റ് APIൻ്റെ ഉള്ള ബിൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ API തന്നെ കൊടുക്കുക. APIന് ഒരു നെയിം നമ്മൾ അസൈൻ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു API നെയിം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്.
പിന്നെ API എൻഡ് പോയിൻ്റ് എന്ന് വെച്ചാൽ റീജിയനിലുണ്ട്, എഡ്ജ് ഒപ്റ്റിമൈസ്ഡും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എഡ്ജ് ഒപ്റ്റിമൈസ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. റീജിയണൽ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മുകളിൽ കാണാൻ പറ്റും ഓരോ റീജിയൻ വൈസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് പകരം നമ്മൾ എഡ്ജ് ഒപ്റ്റിമൈസ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലത്തും ആക്സസിബിൾ ആവുന്ന രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് API ഉള്ളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു സംഭവം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് തന്നെ ക്രിയേറ്റ് മെത്തേഡിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളെ മെത്തേഡ് ടൈപ്പ് എന്താണെന്നുള്ള നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഗെറ്റും പോസ്റ്റും ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂസ് എ ലാംഡ ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ട്. അത് ഏത് ഫംഗ്ഷനായിട്ടാണ് കണക്റ്റഡ് ആണ്. ഗെറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലേ. അതായത് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. താഴോട്ടേക്ക് വന്നാൽ നമുക്ക് വേറെ അഡീഷണൽ സെറ്റിങ്സ് ഒന്നും ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ക്രിയേറ്റ് മെത്തേഡിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പോസ്റ്റ് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. അതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇൻസേർട്ട് സ്റ്റുഡൻറ്റ് ഡാറ്റ എന്നുള്ളത്, അതായത് ഡാറ്റാബേസിലേക്ക് റൈറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇൻസേർട്ട് സ്റ്റുഡൻറ്റ് ഡാറ്റയാണ്. അപ്പോൾ അതുമായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ് നമ്മൾ. അപ്പോൾ അത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ക്രിയേറ്റ് മെത്തേഡ് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ 2 മെത്തേഡായി, ഗെറ്റും പോസ്റ്റും. പിന്നെ നമ്മളെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോയ് API ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്തെങ്കിലും ഒരു പേര് നമ്മൾ കൊടുക്കുക, നമുക്ക് ഓർമ്മയിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു പേര്. PROD എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കൊടുത്തത്. അപ്പം നമുക്കിവിടെ ഒരു ഇൻവോക്ക് URL എന്ന് പറഞ്ഞൊരു URL നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആ URL നമ്മൾ കോപ്പി ചെയ്ത് വെക്കണം. ഈ ഇൻവോക്ക് URL എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ URL ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ API എൻഡ് പോയിൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ URL ജസ്റ്റ് കോപ്പി ചെയ്ത് വെക്കുക. നമ്മൾ എനേബിൾ കോഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഗെറ്റും പോസ്റ്റും നമ്മൾ എനേബിൾ ചെയ്യുക. താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ സേവ് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ API ഗേറ്റ്വേനകത്തുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വെബ്സൈറ്റിൻ്റെ മുകളിലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഡെക്സ് പേജും ഉണ്ട്, ഒരു script.js എന്ന പേജും ഉണ്ട്. അപ്പോൾ ഈ script.jsൻ്റെ അകത്ത് നമ്മളെ API എൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിലേക്കാണ് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു ഇൻവോക്ക് URL നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആ ഒരു പേര് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത URL നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യാം നമ്മളിത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ DynamoDB ലാംഡ ഫങ്ഷൻസും API ഗേറ്റ്വേ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ ബാക്കിയുള്ള S3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് AWSൻ്റെ ഹോം പേജിലേക്ക് പോവാം. S3 ബക്കറ്റ് നമ്മൾ ചൂസ് ചെയ്യാം. അതിൽ നമ്മൾ ക്രിയേറ്റ് ബക്കറ്റ് ക്ലിക്ക് ചെയ്യുക. ജനറൽ പർപ്പസ് തന്നെ കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു പേര് നമ്മൾ ബക്കറ്റ് നെയിമായിട്ട് കൊടുക്കുക. അപ്പോൾ DevOps മാസ്റ്റർ ബക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേരിൽ സേവ് ചെയ്തു. ഇനി പബ്ലിക് ആക്സസ് അലൗ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ഓൾ പബ്ലിക് ആക്സസ് എന്ന് പറയുന്നത് റിമൂവ് ചെയ്യുന്നതാണ്. ആ ഒരു ടിക്ക് ഓപ്ഷൻ നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. താഴെ നമ്മൾ അക്നോളജ് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുന്നു. പബ്ലിക്കലി അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ക്രിയേറ്റ് ബക്കറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ബക്കറ്റ് അവിടെ ക്രിയേറ്റായി. ഇപ്പോൾ നമുക്ക് കാണാം DevOps മാസ്റ്റർ ബക്കറ്റ് എന്നിട്ടൊരു പേരിൽ നമുക്കിപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണം നമുക്ക് ഡാറ്റ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെ വെബ്സൈറ്റിൻ്റെ ഇൻഡെക്സ് പേജും script.js എന്ന 2 ഫയൽ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇത് 2 ഫയൽ നമ്മൾ സെലക്ട് ചെയ്തു. താഴോട്ടേക്ക് വന്ന് അപ്ലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അപ്ലോഡായി. ഇനി index.html ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ഒബ്ജക്റ്റ് URL എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിന് മുകളിൽ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ലിങ്കിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വെബ്സൈറ്റ് ലോഡ് ആവില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ബക്കറ്റ് പോളിസിയും കൂടി സെറ്റ് ചെയ്യണം. ഇത് പബ്ലിക്കലി സെറ്റായതാണ്, പബ്ലിക്കലിയാണ് നമ്മൾ കൊടുത്തത്. പക്ഷേ എന്നാലും നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ബക്കറ്റ് പോളിസി നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബക്കറ്റ്സിലേക്ക് പോവാം. DevOps മാസ്റ്റർ ബക്കറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് പബ്ലിക്കലി അവൈലബിൾ ആക്കുന്നതിന് മുമ്പേ നമ്മളൊരു സ്റ്റെപ്പും കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട്. അത് മറന്നുപോയി ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ പക്ഷേ നമ്മൾ പ്രോപ്പർട്ടീസിലേക്ക് പോവാം. പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് വെബ് ഹോസ്റ്റിംഗ് എനേബിൾ ചെയ്ത് കൊടുക്കണം.
അപ്പോൾ നമുക്ക് ഡീഫോൾട്ട് പേജ് എന്ന് വെച്ചാൽ index.html തന്നെ സെലക്ട് ചെയ്യുക. താഴോട്ടേക്ക് ഒന്ന് സേവ് ചേഞ്ചസ് കൊടുക്കുക. ഓക്കെ, നമുക്കിനി നമ്മളെ വെബ്സൈറ്റ് ലോഡ് ആവില്ല. നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ വെബ്സൈറ്റ് ലോഡ് ചെയ്യാനുള്ള കാര്യമാണ്. ഞാൻ മുന്നേ പറഞ്ഞു നമുക്ക് ബക്കറ്റ് പോളിസി സെറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബക്കറ്റ് പോളിസിയിലേക്ക് പോവുക. നമ്മൾ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോളിസി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ പോളിസി ജനറേറ്റർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ S3 ബക്കറ്റ് പോളിസി എന്നിട്ട് കൊടുക്കുക. പ്രിൻസിപ്പിൾ നമ്മൾ സ്റ്റാർ ആയിട്ട് തന്നെ കൊടുക്കുക, അതായത് കോമൺലി ഫോർ ഓൾ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ആക്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് നമ്മൾ വരുത്തിയിട്ട് അത് ടിക്ക് മാർക്ക് കൊടുക്കുക. ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ വൺ ആക്ഷൻ സെലക്റ്റഡ് എന്നിട്ട് കാണാം നമുക്ക്. ഇനി AR എന്ന് പറയുന്നത് നമ്മൾ ബക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആ ബക്കറ്റ് പോളിസി അടിയിൽ തന്നെ ബക്കറ്റ് AR എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ കോപ്പി ചെയ്യുക അവിടുന്ന്. എന്നിട്ട് നമ്മൾ ആ പോളിസി ജനറേറ്ററിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ആഡ് സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ ഒരു ജനറേറ്റ് പോളിസി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു പോളിസി ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ കോപ്പി ചെയ്യുക. നമ്മളെ S3 ബക്കറ്റിൻ്റെ അകത്ത് നമ്മൾ പോളിസി ആഡ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് സേവ് ഓപ്ഷൻ ഉണ്ടാവും. സേവ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ബക്കറ്റ് പോളിസി അപ്ലൈ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ വെബ്സൈറ്റ് ലോഡാവും. അപ്പോൾ നമുക്ക് നമ്മളെ വെബ്സൈറ്റ് ഇപ്പോൾ ലോഡായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് വ്യൂ ഓൾ സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഡാറ്റാ ബേസിൽ നിന്ന് റിട്രീവ് ചെയ്ത് കിട്ടണം. അതേപോലെ തന്നെ നമ്മൾ പുതിയൊരു ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഡാറ്റാ ബേസിലേക്ക് റൈറ്റ് ആവും വേണം. അപ്പോൾ സേവ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റുഡൻറ്റ് ഡാറ്റ സേവ്ഡ് എന്നിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡാറ്റ നമുക്കിവിടെ താഴെ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ വ്യൂ ഓൾ സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗെറ്റ് ഫംഗ്ഷനാണ്, ലാംഡേൻ്റെ ഗെറ്റ് ഫംഗ്ഷനാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ സേവ് സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് ഫംഗ്ഷനാണ് വർക്ക് ചെയ്യുന്നത് ലാംഡേൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത് നമ്മൾ അതായത് ഈ ഒരു വെബ്സൈറ്റ് ഓരോ ഡാറ്റാബേസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ API ഗേറ്റ്വേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലാംഡ ഫംഗ്ഷൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ റൈറ്റ് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ ഡാറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടും എത്ര ടൈം നമുക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്ത് അതിൻ്റെ പൈസ മാത്രമേ നമുക്ക് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അത് ഐഡിയലായിട്ട് കിടക്കുന്നതിൻ്റെ പൈസ നമ്മൾ കൊടുക്കണ്ട. എപ്പോഴാണ് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രമുള്ള പേയ്മെൻറ്റ് മാത്രമേ നമ്മൾ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് യൂസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് ഒരു 15 മിനിറ്റ് മാത്രം പ്രോസസ്സിങ് വരുന്ന ഒരു സംഭവങ്ങളാണെങ്കിൽ മാത്രമേ നമ്മുടെ സെർവർലെസ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഗെറ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്നിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ആ ഡാറ്റാബേസിന് ഡാറ്റ റിട്രീവ് ചെയ്ത് വരാനുള്ള ടൈം എന്ന് വെച്ചാൽ നമുക്ക് അത്ര മൈന്യൂട്ട് സെക്കൻഡ്സേ വേണ്ടൂ. അപ്പോൾ അതേപോലെ തന്നെ അത് 15 മിനിറ്റിന് മുകളിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെർവർലെസ് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ AWSൻ്റെ കേസാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ലിമിറ്റ് ഉണ്ട്, 15 മിനിറ്റാണ് അതിൻ്റെ അകത്ത് ലിമിറ്റ് വരുന്നത് സെർവർലെസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിൽ. അപ്പോൾ ഈ ഒരു ഫിഗർ പ്രകാരം തന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. S3 ബക്കറ്റ് നമ്മൾ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. DynamoDB എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റാബേസ് ആയിട്ട് യൂസ് ചെയ്തു. ഗെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തു. അതേപോലെ തന്നെ പോസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തു. API ഗേറ്റ്വേ വെച്ചിട്ട് നമ്മൾ ഈ S3 ബക്കറ്റിന് DynamoDBനെ നമ്മൾ കണക്ട് ചെയ്തു. അപ്പം ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചത്. അതേപോലെ തന്നെ ഡാറ്റ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വെബ്സൈറ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സിമ്പിൾ ലാംഡ ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ AWSൻ്റെ അകത്ത് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നതും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.